ചാതുർവർണ്ണ്യത്തിലെ നാലാമത്തെ റോള് എന്ന് പറയുന്നതാണ് ക്ഷാത്രം. മനസ്സിലായി? അപ്പോൾ ക്ഷാത്രം എന്ന് പറയുന്നത് ഞാൻ ബ്രാഹ്മണം, ജൂദ്രം, വൈശ്യം ഇത് മൂന്നും ഒരു സിനിമയെ വെച്ചുകൊണ്ട് ഞാൻ കൃത്യമായിട്ട് ഓരോരോ പ്രസൻറ്റേഷനായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ കാണുക. കാണാതെ ഇവിടെ വന്നിട്ട് എന്തൊക്കെയോ കേട്ടിട്ട് തെറ്റിദ്ധരിക്കണ്ട. അപ്പോൾ ഈ പറയുന്ന ഒരു സിനിമയുടെ അടിസ്ഥാനത്തിലാണ് ഞാനത് പറഞ്ഞത്. അപ്പോൾ സിനിമയിൽ ആരാണ് ബ്രാഹ്മണൻ ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞു. സിനിമയിലെ ജൂതരന്മാരാരാണെന്ന് ഞാൻ പറഞ്ഞു. സിനിമയിലെ വൈശ്യൻ ആരാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ചാതുർവർണ്ണ്യം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നുകൂടി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പുതിയ സൃഷ്ടി ഉണ്ടാക്കാൻ പല ഗുണങ്ങളിൽപ്പെട്ട ആൾക്കാരെ ഒരുമിച്ച് കൊണ്ടുവന്ന് നമ്മൾ അതിനു വേണ്ടി ചെയ്യുമ്പോൾ അതിൽ 4 റോളുകളുണ്ടാവും. ആ 4 റോളുകളിൽ ഒന്ന് ബ്രാഹ്മണം എന്ന് പറയുന്ന റോളാണ്, രണ്ടാമത്തെ ജൂദ്രം എന്ന് പറയുന്ന റോളാണ്, മൂന്നാമത്തേത് വൈശ്യം എന്ന് പറയുന്ന റോളാണ്. അപ്പോൾ സിനിമ വെച്ചിട്ട് ഞാൻ പറഞ്ഞപ്പോൾ ബ്രാഹ്മണം എന്ന് പറയുന്നത് സ്ക്രീൻ പ്ലേ എഴുതുന്നതും അതിനെ സ്ക്രിപ്റ്റ് ആക്കുന്നതും ഡയലോഗ്സുകളാക്കുന്നതും സീനുകളാക്കുന്നതും ഷോട്ടുകളാക്കുകയും എല്ലാം ചെയ്ത് കംപ്ലീറ്റ് ഷൂട്ട് ചെയ്യേണ്ട കംപ്ലീറ്റ് ബ്ലൂ പ്രിൻറ്റുകളെല്ലാം ഉണ്ടാക്കുന്ന ആ ഏരിയനെയാണ് ബ്രാഹ്മണം എന്ന് പറയുന്നത്. അത് ചെയ്യുന്ന ആൾക്കാരെ ബ്രാഹ്മണന്മാരെന്ന് പറയും, സിനിമയിലെ ബ്രാഹ്മണന്മാർ. ഇനി അത് മെറ്റീരിയലൈസ് ചെയ്യുന്ന ആൾക്കാരെന്ന് പറയുന്നത് ആക്ടേഴ്സാണ്, സിനിമാറ്റോഗ്രാഫേഴ്സാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ രൂപമാക്കി മാറ്റുന്നത് വീഡിയോ എഡിറ്റേഴ്സ്, സിനിമാറ്റോഗ്രാഫർ, മ്യൂസിക് ചെയ്യുന്ന ആൾ, കോസ്റ്റ്യൂം ഡിസൈനേഴ്സ്, പിന്നെ ആർട്ട് ഡയറക്ടേഴ്സ്, ഇവരെല്ലാവരും ജൂതരന്മാരാണ്. ഇനി അതിൽ പാട്ടുകൾ പാടുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരെല്ലാം. വൈശ്യൻ എന്ന് പറഞ്ഞത് ഡയറക്ടറാണ്. അതായത് ഇപ്പുറത്തിരിക്കുന്ന ഈ ബ്ലൂ പ്രിൻറ്റിനെ എടുത്ത് ഇവരുടെ ഓരോ ഗുണങ്ങളെയും ഇവരുടെ കഴിവിൻ്റെയും ഇവരുടെ ഗുണങ്ങളെയും എല്ലാം കമ്പൈൻ ചെയ്ത് കറക്റ്റായിട്ട് എത്ര ചേർക്കണമെന്നുള്ള ആ അത്രയും വിഷനോടുകൂടി അത് ചേർക്കുന്ന ആൾ, ചെയ്യിപ്പിച്ച് അവസാനം ഉണ്ടാക്കിപ്പിച്ചെടുക്കുന്ന ആൾ വൈശ്യനാണ്. അതാണ് വൈശ്യം. നാലാമത് വരുന്ന കാര്യമാണ് ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നത്, ചാതുർവർണ്ണ്യത്തിലെ നാലാമത്തെ റോൾ. അത് വെച്ചാൽ ഒരു വ്യവസ്ഥ, ഒരു സിനിമ ഉണ്ടാക്കുന്ന വ്യവസ്ഥ എന്ന് മാത്രമല്ല, ഏതൊരു പുതിയൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കണമെങ്കിലും അവിടെ ഉണ്ടാകുന്ന 4 റോളുകളാണ്. പല ഗുണങ്ങൾ ഒരുമിച്ച് കൂടി ചേരുമ്പോൾ അവിടെ ഒരു വ്യവസ്ഥ വരും. ആ വ്യവസ്ഥയിൽ 4 റോളുകൾ വരും. അതിലെ നാലാമത്തെ റോളാണ് ക്ഷാത്രം. എന്താണ് ക്ഷാത്രം? ക്ഷാത്രം എന്ന് പറഞ്ഞാൽ വൈശ്യനെയും ബ്രാഹ്മണന്മാരെയും ജൂതരന്മാരെയും അവരെല്ലാവരെയും ഒരുമിപ്പിച്ച് നിർത്തണമെങ്കിൽ എന്താ വേണ്ടത്? അതായത് അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് എത്തിച്ചു കൊടുക്കുന്ന ഒരു ടീം വേണം അവിടെ. ബ്രാഹ്മണന്മാർക്ക് ആവശ്യമുള്ള കാര്യങ്ങളുണ്ടാവും, ജൂതരന്മാർക്ക് ആവശ്യമുള്ള കാര്യങ്ങളുണ്ടാവും, വൈശ്യന് ആവശ്യമുള്ള കാര്യങ്ങളുണ്ടാവും. ഇതെല്ലാം കൃത്യമായിട്ട് അവരെ തമ്മിൽ ബന്ധിപ്പിച്ച് അവർക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് എത്തിച്ചു കൊടുത്താൽ മാത്രമേ, അതായത് ബ്ലഡ് എങ്ങനെയാണോ ശരീരത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിലോട്ടും എനർജി കൊണ്ടുപോയി കൊടുക്കുന്നത്, അങ്ങനെ കൊടുത്താൽ മാത്രമേ ഈ സാധനം ഫങ്ഷൻ ചെയ്യത്തുള്ളൂ. അതിന് നമ്മൾ ഇന്ന് വിളിക്കുന്ന പേരെന്താണ്? മാനേജ്മെൻ്റ് എന്ന് പറയും. അപ്പോൾ ഇവരുടെ കയ്യിൽ നിന്ന് ഈ ബ്രാഹ്മണന്മാർക്ക് വേണ്ട കാര്യങ്ങളും ജൂതരന്മാർക്ക് വേണ്ട കാര്യങ്ങളും അതുപോലെ വൈശ്യന് വേണ്ട കാര്യങ്ങളും, ഇവർക്ക് പരസ്പരം തമ്മിൽ ബന്ധപ്പെട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ, ഇവരെ തമ്മിൽ പരസ്പരം ബന്ധിപ്പിക്കുന്നത്, എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അറേഞ്ച് ചെയ്യുന്ന ഒരു മാനേജ്മെൻറ്റ് ടീം വേണം. കാരണം മാനേജ്മെൻറ്റ് ടീം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ദിവസം കഴിഞ്ഞ് അടുത്ത ദിവസത്തിലൂടെ പോകാൻ പറ്റുള്ളൂ. ഇവരുടെ എല്ലാ നെസസിറ്റീസും അപ്പം ഫുൾഫിൽ ചെയ്യുന്ന ആൾക്കാരവിടെ ഉണ്ടാവും. അതിനൊരു മാനേജ്മെൻറ്റ് ടീം വേണം മൊത്തത്തിൽ. അപ്പോൾ നമ്മളൊരു സിനിമ എടുത്തു കഴിഞ്ഞാൽ ആരാണ്? അതാണ് പ്രൊഡക്ഷൻ ടീം, പ്രൊഡക്ഷൻ കൺട്രോളർ എന്ന് പറയുന്നത്, പ്രൊഡക്ഷൻ സൂപ്പർവൈസർ. ആരാണോ അയാളുടെ അവളുടെയോ കീഴിൽ വർക്ക് ചെയ്യുന്ന എല്ലാ ആൾക്കാരും ആ ക്ഷാത്രം എന്ന് പറയുന്ന നാലാമത്തെ റോളിൽ വരുന്ന ആൾക്കാരാണ്. മനസ്സിലായോ? ആ ക്ഷാത്രത്തിൽ വരുന്ന ഇത് തന്നെയാണ് ഒരു ലൈറ്റ് ബോയ് എന്ന് പറയുന്നത്. കാരണം ലൈറ്റ് ബോയ് എന്താ ചെയ്യുന്നത്? ആ സീനിന് ആവശ്യമുള്ള ലൈറ്റ് കൃത്യമായിട്ട് ക്രമീകരിച്ച് കൊടുക്കുക എന്ന് പറയുന്ന ക്ഷാത്രം എന്ന് പറയുന്ന റോളിൽ വരുന്നതാണ്. മനസ്സിലായോ? ആ ക്ഷാത്രം എന്ന മാനേജ്മെൻറ്റ് ടീമിൽ പല തട്ടുകളുണ്ടാവും. അതിൽ ഒരു തട്ടിൽ വരുമ്പോൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞു ബ്രാഹ്മണന്മാർക്കോ അല്ലെങ്കിൽ വൈശ്യനാണ് അവിടെ ആവശ്യമുള്ളത്, ലൈറ്റിങ് ആവശ്യമുള്ളത് ഷൂട്ട് ചെയ്യുമ്പോൾ. വൈശ്യനാണ് ഇത്ര ലൈറ്റിങ് വേണം, എവിടെ ലൈറ്റ് വെക്കണം, ഇതെല്ലാം തീരുമാനിക്കുന്ന വൈശ്യനായിരിക്കണം. യഥാർത്ഥത്തിൽ സിനിമാറ്റോഗ്രാഫർ അത് കറക്റ്റ് ലൈറ്റിങ്, ഇനി അത് കറക്റ്റായിട്ട് അയാൾ ഉദ്ദേശിച്ച സാധനമാണ് വന്നിരിക്കുന്നത്, വൈശ്യനാണ് തീരുമാനിക്കുക. അതവിടെ എത്തിച്ചു കൊടുക്കുന്നത് മാനേജ്മെൻറ്റ് ടീമാണ്. ഈ മാനേജ്മെൻറ്റ് ടീമിനെയാണ് ക്ഷാത്രം എന്ന് പറയുന്നത്. ക്ഷത്ര എന്ന് പറഞ്ഞാൽ ഒരു കേന്ദ്രത്തിലോട് ചേർന്നിരിക്കുന്ന 3
ദിക്കുകളെയാണ് ത്ര എന്ന് പറഞ്ഞാൽ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കേന്ദ്രമാണ്. കൂട്ടങ്ങളെ, ഒരു കൂട്ടത്തെ ഒരു കേന്ദ്രത്തിലാക്കി നിർത്തുന്നതിനാണ് ക്ഷ എന്ന് പറഞ്ഞാൽ. അതിൽ നിന്ന് പോകുന്ന 3 ദിക്കുകളാണ് ത്ര. ആ ത്രയാണ് ഞാനിവിടെ വരച്ചിരിക്കുന്ന ഡോട്ടില്ലാത്ത 3 വരകൾ. അത് ഏതൊക്കെയാണ് ആ 3 വരകൾ? മേളത്തത് വൈശ്യം, പിന്നെ താഴത്തെ 2 ബ്രാഹ്മണവും ശൂദ്രവുമാണ്. പിന്നെ ഞാൻ ഡോട്ടിട്ട് വരച്ചിരിക്കുന്നത് ഇതിൻ്റെ സബ്സിഡറി ആയിട്ട് വരുന്ന ചില ഏരിയാസ് വന്നെന്ന് വരാം, ചില പ്രൊഡക്ഷൻസിൽ വന്നെന്ന് വരാം. അപ്പോൾ എല്ലാ സ്ഥലത്തോട്ടും ബ്ലഡ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലങ്ങളെയും തമ്മിൽ പരസ്പരം ബന്ധിപ്പിക്കുന്ന, അവർക്ക് എന്താവശ്യമാണോ അതെല്ലാം കൃത്യസമയത്ത് അവിടെ എത്തിയിരിക്കണം, എന്നാലേ കാര്യം നടക്കത്തുള്ളൂ. മനസ്സിലായി? ഇപ്പം അപ്പുറത്തുനിന്ന് ഒരു ലൈറ്റ് എടുത്തുകൊണ്ട് വരണമെന്ന് പറഞ്ഞിട്ട് അവിടെ ജൂതരനായിട്ടിരിക്കുന്ന മോഹൻലാൽ പോയിട്ടാണ് ആ ലൈറ്റ് എടുത്തുകൊണ്ട് വന്ന് അവിടെ ഫിക്സ് ചെയ്യേണ്ടതല്ല. വൈശ്യൻ്റെ ആവശ്യമാണ് ആ ലൈറ്റ് വരണം. അപ്പോൾ ഉടനെ മാനേജ്മെൻറ്റ് ടീമാണ് ആളെ വിട്ട് അത് ചെയ്യിപ്പിക്കണം. മാനേജ്മെൻറ്റ് ടീമിൽ വരുന്നതാണ് അവിടെ ആര് വരുന്നത്? ലൈറ്റ് ബോയ് വരുന്നത്. ഇവർക്കെല്ലാവർക്കും കൃത്യമായിട്ട് ഭക്ഷണം വെച്ച് കൊടുക്കുന്നത് ക്ഷാത്രത്തിൽ പെടുന്നതാണ്. കാരണം ഇവരുടെ എനർജി കീപ്പ് ചെയ്യണ്ടേ. അതാണ് മാനേജ്മെൻറ്റിൻ്റെ ഭാഗമാണ് അവിടെ കുക്ക് ചെയ്യുന്ന ആൾക്കാർ. അങ്ങനെ ഈ 4 റോളുകളാണ് അടിസ്ഥാനപരമായിട്ട് ഏത് ലോകത്ത് ഏത് വ്യവസ്ഥ ഉണ്ടാക്കിയാലും ഈ 4 റോളുകൾ ഉണ്ടാവുക. കാരണം ഇത് അടിസ്ഥാനപരമായിട്ട് ശരീരത്തിൻ്റെ ഫങ്ഷനെ ബേസ് ചെയ്തിട്ടാണ് ഈ റോളുകളെ ചിത്രീകരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഒരു സൃഷ്ടി ഉണ്ടാക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളുണ്ട്, ഈ യൂണിവേഴ്സൽ പ്രിൻസിപ്പിളിനനുസരിച്ചിട്ടാണ് ഈ 4 വാക്കുകളുള്ളത്. ഈ 4 വാക്കുകളെ മാറ്റാൻ പറ്റില്ല. ഈ വാക്കുകൾക്ക് മോശമായ അർത്ഥം കൊടുക്കാൻ പറ്റും. ഇന്ന് നമ്മുടെ പാരമ്പര്യത്തിൽ ചെയ്തിരിക്കുന്ന പോലെ ക്ഷാത്രം എന്ന് പറഞ്ഞാൽ അധികാരമാണെന്ന് പറഞ്ഞിട്ട് തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റും. അധികാരമാണെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റും. ക്ഷാത്രം എന്ന് പറഞ്ഞാൽ അധികാരമല്ല, മാനേജ്മെൻറ്റാണ്. നമ്മളിവിടെ ജനപ്രതിനിധികളെ ഇവരെല്ലാവരും തിരഞ്ഞെടുക്കുന്നത്. ഇപ്പോൾ ഗവൺമെൻറ് എന്താണ്? ഗവൺമെൻറ് ഒരു വ്യവസ്ഥയാണ്. ആ വ്യവസ്ഥയിൽ 4 റോളുകൾ അവിടെ ഉണ്ടാവണം. ഇതൊക്കെ ഉണ്ടോയെന്ന് ആരെങ്കിലും ചെക്ക് ചെയ്യുന്നുണ്ടോ കറക്റ്റായിട്ട്? ഇല്ല. തോന്നിയതുപോലെയാണ്. അധികാരത്തിന് വേണ്ടിയിട്ടുള്ളതല്ല, അതൊരു മാനേജ്മെൻറ്റ് വേണ്ടി മാത്രം വെച്ചിരിക്കുന്നുണ്ട്. ഇന്ന് അത് ജനങ്ങളുടെ മേൽ പൂർണ്ണ അധികാരം ഏറ്റെടുക്കുന്ന ഒരു വ്യവസ്ഥയായി മാറി. അതൊരു കള്ളവ്യവസ്ഥയാണ് ഇന്നുള്ളത്. മനസ്സിലായോ? യഥാർത്ഥത്തിൽ വരുമ്പോൾ മാനേജ്മെൻറ്റാണ്, നമ്മളുടെ മാനേജറാണ് ആര്? മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും. എൻ്റെ മാനേജർ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടിൻ്റെ മാനേജറായിട്ട് നിർത്തിയിരിക്കുന്ന, ഓണറല്ല, അധികാരിയല്ല. ഇതായിരുന്നു ഒറിജിനൽ സിസ്റ്റം. ഇതിനെ ഇവന്മാരെല്ലാവരും കൂടി മാറ്റിയെടുത്തതാണ്. എന്നിട്ട് അവന്മാർ ഭരിക്കുകയാണ്. ഭരണം എന്ന് പറയുന്ന വാക്കേ ചേർക്കാൻ പറ്റില്ല, മാനേജ്മെൻറ്റാണത്. അപ്പോൾ എനിവേ, അപ്പോൾ ക്ഷത്രിയൻ എന്ന് പറഞ്ഞാലാണ് അതാണ് ആ 4 പേരെ ചിത്രങ്ങൾ കൊടുത്തിരിക്കുന്നത്. പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി സൂട്ടൊക്കെ ഇട്ട് നമ്മുടെ ആവശ്യങ്ങളെല്ലാം കൃത്യമായിട്ട് നടത്തി തരുന്നത്. അവിടെ ഈ ക്ഷാത്രത്തിൽ പെടുന്നതാണ് അക്കൗണ്ടിങ് സെക്ഷൻ വരുന്നത്, അതിൻ്റെ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റുകൾ വരുന്നത് എല്ലാം. അതായത് ഈ സാധനം ഫങ്ഷൻ ചെയ്യണമെങ്കിൽ ഏതൊക്കെ സ്ഥലത്തോട്ട് പലതരത്തിലുള്ള സർവീസുകൾ ചെയ്യണം, ഈ ചെയ്യുന്ന ആൾക്കാരെല്ലാവരും ക്ഷത്രിയന്മാരാണ് എന്ന് പറഞ്ഞാൽ മാനേജ്മെൻറ്റ് ടീമിൽ വരുന്നതാണ്. ഇപ്പോൾ കൃത്യമായിട്ട് പൈസയുടെ ഫ്ലോ കൃത്യമായിട്ട് കൈകാര്യം ചെയ്ത് എല്ലാം ചെയ്യുന്ന ഒരു അക്കൗണ്ടിങ് ടീം അവിടെ വേണം, ചിലവും കാര്യങ്ങളും നോക്കുന്ന. പിന്നെ അതിൻ്റെ ടാക്സും മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റുകൾ വേണം. ഇതെല്ലാം ക്ഷാത്രത്തിൽ പെടുന്നതാണ്. അല്ലാണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ക്ഷാത്രം എന്ന് പറഞ്ഞാൽ ജനപ്രതിയായിട്ട് അല്ല മിലിറ്ററി പോലീസും മറ്റേ തോക്കും പിടിച്ച് നടക്കുന്ന ആൾക്കാരല്ല ക്ഷാത്രം. മാനേജ്മെൻറ്റ് മാത്രമേ ഉള്ളൂ. ഇന്ന് അത് തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് കള്ളത്തരങ്ങളുണ്ടാക്കി, ഭാഷയിൽ വ്യത്യാസം ഉണ്ടാക്കി, എന്താ പറയുക, ഭരണ നിയമങ്ങളിൽ കള്ളത്തരങ്ങൾ കൂട്ടിച്ചേർത്തിട്ട് ഈ മാനേജ്മെൻറ്റ് എന്നുള്ളതിനെ അവർ അധികാരം എന്നുള്ള പേരിലോട്ടാക്കി മാറ്റി. ഇതാണ് ഒറിജിനലായിട്ടുള്ള ക്ഷാത്രം. ഈ 4 കാര്യങ്ങൾ കൂടി. ഇവിടെ ആർക്കും അധികാരമൊന്നും അല്ല ഇവിടെ വർക്ക് ചെയ്യുന്നത്. ഇവരെല്ലാവരും ലീഡ് ചെയ്യുന്നത് ആ സിനിമയോടുള്ള എല്ലാവരുടെയും സ്നേഹമല്ലേ, സിനിമയോടുള്ള ഇഷ്ടമാണ്, സിനിമയോടുള്ള പാഷനാണ് ഇവരെല്ലാവരും ലീഡ് ചെയ്യുന്നത്. ഇവരെ പിന്നെ അധികാരത്തിൻ്റെ ആവശ്യം എന്താണ്? നീ ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഒരു ജൂതരനോട് പറയാൻ പറ്റുമോ? ഒരു മോഹൻലാലിനോട് പറയാൻ പറ്റുമോ നീ ഇങ്ങനെ ചെയ്യണമെന്ന്? അല്ല, അയാൾക്ക് കാര്യം മനസ്സിലാക്കി കൊടുക്കുന്നത് കഥാപാത്രം ഇങ്ങനെയാണ്, അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു രീതി അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് നീ ഇങ്ങനെ ചെയ്തിരിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു ആക്ടറെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റുമോ? പറ്റില്ല. അല്ല, നീ ഇങ്ങനെ രൂപകൽപ്പന ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഒരു ബ്രാഹ്മണനോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് പൊളിയും, പിന്നെ അവിടെ നടക്കത്തില്ല മര്യാദക്ക്. കാരണം അവരവരുടെ ഇമാജിനേഷനും അതിൻ്റെ കറക്റ്റായിട്ടുള്ള കൂടിച്ചേരലുകളും വരുമ്പോഴാണ് ഗ്രേറ്റ് പ്രൊഡക്റ്റ് ഉണ്ടാകുന്നത്. അല്ലാണ്ട് അധികാരം എന്ന് പറയുന്ന സാധനം ഉപയോഗിച്ച് അപ്പാ സിനിമ പൊളിയും. അതുപോലെ ഏത് വ്യവസ്ഥയും പൊളിയും, ഏത് വ്യവസ്ഥയും പിന്നെ അഴിമതിയാകും, ഏത് വ്യവസ്ഥയും വൃത്തികേടാവും. ഇതാണ് ക്ഷാത്രം. മനസ്സിലായി?